2025 ജൂൺ മുതൽ ഇന്ത്യയിലെ വിവിധ സാമ്പത്തിക നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ വ്യക്തികളെയും ബിസിനസ്സുകളെയും ബാധിക്കുന്നതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി തന്നെ പുതുക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി ജൂൺ 14 അവസാനിക്കും. ഇതിനുശേഷം ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ 25 രൂപ ഫീസ് നൽകേണ്ടി വരും. ആധാർ കേന്ദ്രങ്ങൾ വഴിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ 50 രൂപയും ഫീസായി നൽകേണ്ടി വരും. ആധാർ കാർഡുകൾ പുതുക്കാനോ വിവരങ്ങൾ മാറ്റുവാനോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജൂൺ 14 മുമ്പായി സൗജന്യമായി ചെയ്യേണ്ടതാണ്. EPFO 3.0 അവതരിപ്പിക്കുകയാണ്. ഇതിലൂടെ EPF അംഗങ്ങൾക്ക് പണം UPI, ATM എന്നിവ ഉപയോഗിച്ച് പിൻവലിക്കാൻ സാധിക്കും. പണം ലഭിക്കാൻ എടുക്കുന്ന ദീർഘമായ കാലയളവ് ഇതേ തുടർന്ന് കുറയുകയും ചെയ്യും. പുതിയ സംവിധാനം EPF അംഗങ്ങൾക്ക് UPI പ്ലാറ്റ്ഫോമിലൂടെ നേരിട്ട് അവരുടെ പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസ് തുക പരിശോധിക്കാനും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും സാധ്യമാകുന്നതാണ്. ഫോം 16 പ്രകാരം ആദായ നികുതി കിഴിവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 15 ആണ്. ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് തൊഴിലുടമകൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഫോം 16. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നികുതി കുറച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ്. ജൂൺ 15 മുമ്പായി ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. പല നിയമങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ തീയതികൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം അവ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുമാണ്.